ശ്രീ ഫക്രുദ്ദീൻ, ഈ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമായി തീർന്നിരിക്കുകയാണ്. ഗാസയിൽ വീണ്ടും കരയാക്രമണം. ഇതൊരു പക്ഷേ ട്രംപ് വന്നതിന് ശേഷമുള്ള ഇസ്രയേലിൻ്റെ ഒരു ശക്തി ഒന്നുകൂടി പ്രകടമാക്കുന്നതാണോ? ഇത് ബിഗ് ബോസ് കളിയാണ്. ഇതൊക്കെ ആദ്യം സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ച് അതിനനുസരിച്ച് ചെയ്യുന്നതാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞത് പറയുമ്പോൾ ക്ലീഷായിട്ട് മാറും. ഇത് ഇസ്രായേൽ അവരുടെ അടുത്ത ടാർഗറ്റിലേക്ക് പോവുകയാണ്. അത് വിശാല ഇസ്രായേലാണ്. വിശാല ഇസ്രായേൽ വരുമ്പം പലസ്തീനികളുടെ വിഷയം എങ്ങനെ ഹാൻഡിൽ, ഒന്നെങ്കിൽ കൊന്നില്ലാതാക്കണം. അതിനും ഇസ്രായേൽ മടിക്കില്ല. ഇസ്രായേലിന് അതൊരു മടിയില്ല. കാരണം ഇസ്രായേലികളുടെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ന്യൂ ടെസ്റ്റ്മെൻ്റ് അല്ലേ, മണ്ടന്മാർ വല്ല ഉണ്ട് മനസ്സിലാക്കി. ഐ ആം ടോക്കിംഗ് അബൌട്ട് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്. യഹോവയെ പറ്റി ഐ ആം നോട്ട് ടോക്കിംഗ് അബൌട്ട് ജീസസ്. പഴയ നിയമത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ട് അവർ ദൈവങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. അവർ ഈ ലോകം ഭരിക്കേണ്ടവരാണ്. ബാക്കി അതിൻ്റെ കൂടെയുള്ള ആളുകളെല്ലാം വെള്ളം കോരികളും വിറകുകെട്ടുകാരുമാണ്. അതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ അവർ നോക്കും ബൈബിളിലെ സംഭവങ്ങൾക്ക് 2000 വർഷം അവർ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന രീതിയിൽ ബൈബിൾ പരാമർശമുണ്ട്. അത് കഴിഞ്ഞ് അവർ തിരിച്ച് ഇസ്രായേലിലെത്തി. ഇനി അങ്ങോട്ട് നടക്കുന്ന ഓരോ കാര്യവും ബൈബിളിൽ പറഞ്ഞ പോലുള്ള കാര്യങ്ങളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. ബൈബിൾ എന്ന് പറഞ്ഞാൽ ന്യൂ ടെസ്റ്റ്മെൻ്റ് അല്ല, അത് ഇപ്പോഴും പറഞ്ഞുതരാം. ഇവിടുത്തെ ഈ ഇവാഞ്ചലിസ്റ്റ് ക്രിസ്ത്യാനികൾക്ക് ഇത് കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ആവും. ഈ പറഞ്ഞതിൻ്റെ അടക്കല്ലാണ്ട് ഇൻഡെപ്ത് പറയുന്ന ആളുകൾ കുറവാണ്. ഓൾഡ് ടെസ്റ്റ്മെൻ്റാണ് ഞാനീ പറയുന്നത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. അതിന് കാരണം ഈ ഹമാസ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ അവിടെയുള്ള മുസ്ലിങ്ങളെ മൊത്തം കൊന്നോടും, ലോകം മൊത്തം അതിന് കൈയടിക്കുകയും ചെയ്യും. കാരണം ഹമാസ് ആ രീതിയിൽ അവിടെ പോയി ചൊറിഞ്ഞ് കാരണം ഉണ്ടാക്കി കൊടുത്തിട്ട്. ഇപ്പോൾ മഹാഭാരത യുദ്ധം ഉണ്ടാവുന്നത് കൗരവർ മാന്തിയാണ്. അവസാനം കൗരവരെ ഇല്ലാതായി. അതേപോലെ ഇവന്മാരെ പോയി മാന്തി ഇവന്മാർക്ക് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ലോജിക്കലായിട്ടുള്ള കാരണം ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ വേറെ ഇന്ത്യക്കാരനൊക്കെ ആണെങ്കിൽ ഒരു ഘട്ടത്തുമ്പോൾ കൊന്നുകൊള്ളുമ്പം കയ്യൊന്ന് അറയ്ക്കും. അപ്പം ഗുജറാത്ത് കലാപത്തിനിടയ്ക്ക് ഞാൻ ചില ന്യൂസ് സംഭവങ്ങൾ വായിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ കൊന്നുകൊള്ളുമ്പോൾ RSS തന്നെ പ്രായം ചെന്ന ഒരാൾ അങ്ങോട്ടൊരു കുട്ടീനോട് മോനെ ഓടി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട്, കാരണം കൂടുതലുള്ള ആളുകളെല്ലാം ഇൻടോക്സിക്കേറ്റഡാണ്, വെള്ളമടിച്ചിട്ടാണ് കലാപത്തിന് വന്നിരിക്കുന്നത്. പക്ഷേ ഇയാൾ വെള്ളമടിച്ചിട്ടില്ല. ഇയാൾ വന്ന് മോനെ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ സംഭവങ്ങൾ ഗുജറാത്ത് കലാപത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ചു ഞാൻ RSSനെ വെറുതെയാണ് ഞാൻ സമഗ്രമായിട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടാണ് ഞാൻ പലപ്പോഴും പറയാറ്. അപ്പോൾ അതേപോലെ അങ്ങനെ ഒരു കൈ പറിക്കും ഇന്ത്യക്കാർക്ക്. ഇവർക്കതില്ല. അല്ലെങ്കിൽ നമ്മൾ ഇൻടോക്സിക്കേറ്റഡ് ആവും. ഇവരത് ചെയ്യും. കാരണം ദൈവത്തിൻ്റെ സ്വന്തം തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് സ്വയം വിശ്വസിക്കുന്നത്. ലോകത്തെ ഇക്കോണമിയെ, ലോക രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നവരാണ്. എവിടെയും കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു 100 കണക്കിനെങ്കിലും മൊസാദിൻ്റെ ഏജൻറ്റുമാരുണ്ട്. അല്ലെങ്കിൽ മൊസാദിന് വേണ്ടി പണിയെടുക്കാൻ തയ്യാറാണ് എന്ന രീതിയിൽ മാനസികമായി സജ്ജമാക്കപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ബാക്ക്ഡ്രോപ്പ് അവർ ഈ ഇവാഞ്ചലിസ്റ്റുകളെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അവരത് ചെയ്യും. ഒന്നീ കൊന്നുതള്ളും. അവരും മടി അവർക്കുണ്ടാവില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ തന്നെ ജോഷ്യ പ്രവാചകൻ ഒരു നഗരം മൊത്തം ചുട്ടിരിക്കുന്നുണ്ട് റിപ്പോർട്ടർ എന്നവർക്ക്. അപ്പം ജീസസ് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അതാണ് ജീസസ് വരുന്നതിനുള്ള വ്യത്യാസം. അതായത് ജീസസ് ഇവരിന്ന് വ്യത്യസ്തനാവുന്നതും ജൂതന്മാരിൽ നിന്ന് മാറിപ്പോകുന്നതും ഇതുകൊണ്ടാണ്. അപ്പം അല്ലെങ്കിൽ ഈ പലസ്തീനികളെ മാറ്റി താമസിപ്പിക്കണം. അതിന് ആത്മാർത്ഥമായ ശ്രമം ട്രംപ് നടത്തുന്നുണ്ട്. അത് ഈ ഹമാസ് സമ്മതിക്കില്ല. അങ്ങനെ മാറ്റി താമസിച്ചാൽ ഹമാസിന് പൈസ ഇട്ടില്ലല്ലോ. താമസിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്. കാരണം ജോർദാനിൽ താമസിപ്പിക്കുക. അതല്ലെങ്കിൽ സൊമാലിയയിലൊക്കെ ബാരനായിട്ടുള്ള ലാൻഡ് കിടക്കുന്നുണ്ട്. ആ ലാൻഡ് അക്യൂർ അമേരിക്കയുടെ ഒക്കെ സപ്പോർട്ടോടുകൂടി ഇന്ത്യൻ്റെ പീസ് കീപ്പിംഗ് ബോയ്സൊക്കെ അയച്ചിട്ട് ഒരു രാജ്യമാക്കി മാറ്റിയിട്ട് അവർക്ക് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള മുസ്ലിം രാജ്യമാക്കി മാറ്റാം, പ്ലാന്റ് സിറ്റിയാക്കി മാറ്റാം. ആളുകൾ സമ്മതിക്കുന്നുണ്ട്. അവിടെ ജീവിക്കുന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം കേരളം പോലെയുള്ള ഏതൊരു പ്രദേശത്തും മലയാളം ഭാഷ സംസാരിക്കുന്ന എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ കോഴിക്കോട്ടുകാരനല്ല. കോഴിക്കോട്ടെ തിരുവനന്തപുരത്തും ജീവിക്കാൻ പറ്റും. എനിക്കൊരു പ്രോബ്ലമായി തോന്നിയിട്ടില്ല. പിന്നെ നിങ്ങൾ വേറെന്താ ഉദ്ദേശം വെച്ച് ഈ ഇതക്കന്മാരോടുള്ള എന്താ വിദ്വേഷം കൊണ്ടുവിടാന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും. അത്രേ ഉള്ളൂ. എനിക്കങ്ങനെ സാധനമില്ല. അപ്പോൾ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഈ വരുത്തന്മാരുടെ നാടാണല്ലോ. തിരുവനന്തപുരം സിറ്റി. തിരുവനന്തപുരം കൊണ്ട് ചീത്തപ്പേര് ഉണ്ടാക്കുന്ന വരുത്തന്മാരെന്നാ. തിരുവനന്തപുരത്തല്ലല്ലോ. തിരുവനന്തപുരത്തേര് പൊതുവേ അവരുടേതായ ഒരു പ്രദേശം കരയോഗവും NSS SNDP കരയോഗം അല്ലെങ്കിൽ പുലയ മഹാസഭ നാടാ സമാജം അങ്ങനെ ചില പോക്കറ്റുകൾ അവരെ കാര്യം നോക്കി ജീവിക്കുന്ന കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള ആളുകളാണ്. പിന്നെ അവരുടെ ഇടയിൽ ഭയങ്കര ബോണ്ടിങ്ങുമാണ്. തമ്മിൽ പരസ്പരം നല്ല ബോണ്ടിങ്ങുമാണ് സാമുദായികമായിട്ട്.
തിരുവനന്തപുരം സിറ്റി എന്ന് പറഞ്ഞാൽ എന്നെപ്പോലുള്ള വരുത്തന്മാരുടെ, നിങ്ങളെപ്പോലുള്ള വരുത്തൻ, നിങ്ങൾ വരുത്തനാണല്ലോ, പത്തനംതിട്ടക്കാരനല്ല, നമ്മളെ വരുത്തന്മാരുടെ സാധനം. ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി തിരുവനന്തപുരത്തെ MP മാരെല്ലാം തന്നെ വരുത്തന്മാരായിരുന്നു. അതുകൊണ്ടാണ് ഈ തിരുവനന്തപുരത്തിന് വലിയ നേട്ടം ഉണ്ടാകാതെ പോയെന്നാണ് പറയുന്നത്. ശക്തൻ ഒഴിച്ചിട്ട്, പിന്നെ ശക്തനല്ല, ചാൾസും ചാൾസ് VS ശിവകുമാർ, രണ്ടുപേരും. ശിവകുമാറിനെ കൊണ്ടൊന്നും ഗുണമുണ്ടായോ? ചാൾസിനെ കൊണ്ട് ഗുണമൊന്നും ഉണ്ടായില്ല. തിരുവനന്തപുരത്തിൻ്റെ വേറെ പ്രശ്നമാണ്, ഇപ്പോൾ ഈ നഗരം പൊതുവായിട്ട് നമുക്ക് എന്തെങ്കിലും നന്നാവണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നത്, അവനവൻ നന്നായാൽ മതി. ഇപ്പോൾ കോഴിക്കോടിൻ്റെ ഒക്കെ ഒരു ഗുണമെന്ന് വെച്ചാൽ പൊതു ആവശ്യങ്ങൾക്ക് ഒരുമിച്ച്. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ പണ്ടൊരു സ്ഥലത്തേക്ക് ഒരു റോഡ് വെട്ടേണ്ട ഒരു കാര്യം വന്നു. അപ്പോൾ റോഡ് വെട്ടേണ്ട കാര്യം വന്നപ്പോൾ അവിടെ ഒരു മാഷ് എതിർത്തു. അയാൾ സമ്മതിക്കില്ല. അവൻ BJP-കാരും RSS-കാരും CPM-മാരും കൂടി രാത്രി അങ്ങോട്ട് ഇറങ്ങി. അയാളെ വീടിൻ്റെ മുറ്റത്ത്, റോഡ് പോകുന്ന മുറ്റത്തല്ല, 2 പ്ലാവുണ്ട്. ആ പ്ലാവൊന്നും പിന്നെ അവിടെ കാണുന്നില്ല. രാത്രിയൊക്കെ അവർ ക്ലിയർ ആക്കി. ഈ പ്ലാവ് പിന്നെ ഏതോ മലൻ്റെ മുകളിലായിരുന്നു. അന്ന് JCB അല്ല, പുഴുതെടുത്തുകൊണ്ട് പോയി. അതിലൊരു റോഡ് വെട്ടി. ഇപ്പോൾ റോഡ് നല്ല റോഡാണ്. ഇത് തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ ആ മാഷി കേസൊന്നും ജയിച്ചില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അവിടെ പാർട്ടി ഭയങ്കരമാണ്. CPM RSS കൂടി ഒരുമിച്ച് വിചാരിച്ചുകൊണ്ടാണ് നടന്നത്, അല്ലെങ്കിൽ നടക്കില്ല. ഇപ്പം ഈ പലസ്തീൻകാരെ മുഴുവൻ ഒഴിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയതാണ് ട്രംപ്. ഇനിയിപ്പോൾ ആഫ്രിക്കയിലേക്കുള്ള ഒരു നീക്കം കൂടി നോക്കുന്നുണ്ട്. ആഫ്രിക്കയിലേക്കല്ലേ? അല്ല, ആഫ്രിക്കയിൽ ഇതുപോലെ സോമാലിയിലൊക്കെ ഏതാണ്ട് ഇതുപോലെ ബാരനായിട്ടുള്ള മരുഭൂമിയാണ്. പിന്നെ കടൽത്തീരമുണ്ട്. ഇവർക്ക് പറ്റിയ, പിന്നെ ഇവർ എൻ്റെ പോപ്പുലേഷൻ അങ്ങോട്ട് മാറുന്ന സമയത്ത് അറബി തന്നെ സംസാരിക്കുക. അവിടെ ഒരേ സംസ്കാരമൊക്കെ തന്നെ. ഇവിടെ വേറെ ഓപ്ഷൻ ഇല്ല നിങ്ങൾക്ക്. ഒന്നെങ്കിലും മരിക്കുക, അല്ലെങ്കിൽ അവിടെ വിട്ടുപോകുക എന്നുള്ളതാണ്. അല്ല, ഇപ്പം നിങ്ങൾ അമേരിക്കയ്ക്കാണ് നിങ്ങൾക്ക് ഡിസ്കസ് എങ്ങനെ ചെയ്യാൻ. അമേരിക്ക ഒരു പരിധി കൂടുതലൊന്നും ആളുകൾ അങ്ങനെ കൊന്നുകൊടുക്കാൻ അമേരിക്കയ്ക്ക് പറ്റില്ല. എൻ്റെ സിവിൽ അവിടുത്തെ അമേരിക്കൻ മനസാക്ഷി തന്നെ ഇളകും. അങ്ങനെയാണ് വിയറ്റ്നാം വാറിലൊക്കെ നമ്മൾ കണ്ടത്. പക്ഷേ അങ്ങനെ അല്ല ഇസ്രായേൽ. ആദ്യം മനസ്സിലായി. ഇസ്രായേലിൽ കുറച്ച് ഇടതുപക്ഷക്കാരൊക്കെ ഈ പലസ്തീൻ അനുകൂലമായ നിലപാടെടുക്കുന്നുണ്ട്. പക്ഷേ ആ ഇടതുപക്ഷക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലത്താണ് ഇവർ അറ്റാക്ക് ചെയ്തത്. നെതന്യാഹു അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള അവസരം ഉണ്ടായിക്കൊടുത്ത ആ ഏരിയയിലാണ്. അപ്പോൾ എന്ത് ചെയ്ത് അവരുടെ കുടുംബത്തിലുള്ള പിള്ളേരെയൊക്കെയാണ് തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്യുകയും കൊന്നുകളയുകയും ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അവരും എതിരായി. ഇപ്പം കുറച്ച് ആളുകൾ മാത്രമാണ് അതിനെ എതിർക്കുന്നുള്ളൂ. ഒരു ഇസ്രായേൽ ഒരു ആൻറ്റി ഹമാസ് വികാരം വളരെ സ്ട്രോങ് ആണ്, പലസ്തീൻ ഇല്ലെങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ അത് ചെയ്യും. ഒരു വിശാല ഇസ്രായേലാണ് ലക്ഷ്യം. അതിൻ്റെ ഭാഗം ഗാസ പിടിച്ചെടുക്കണം. വെസ്റ്റ് ബാങ്ക് എന്താ ചെയ്യാൻ പോകുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഗാസ പിടിച്ചടക്കുക എന്നുള്ള ലക്ഷ്യമാണുള്ളത്. ലെബനൻ, സിറിയൻ, ലെബനൻ ചില ഭാഗങ്ങൾ. ഇതിനിടയ്ക്ക് ഹൂത്തികൾക്ക് ട്രംപ് മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട്. ഹൂത്തികളൊക്കെ എന്തോന്ന് ചെയ്യാനാണ്? ഇടയ്ക്കിടയ്ക്ക് ഒന്നിൻ്റെ പടം പൊട്ടിക്കുന്നുള്ളത്. ഇസ്രായേൽ മോസ്റ്റ് മോഡേൺ വെപ്പൺസ് ഉണ്ട് അവരെ കയ്യിൽ. അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിൻ്റെ പകുതി അവരാണ്. അപ്പം ഇത് റിയലിസ്റ്റിക്കായിട്ട് മനസ്സിലായി. ഈ അറബ് രാജ്യങ്ങളൊന്നും ഓപ്പണായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഉള്ളിൽ കൂടെ ചെയ്യുന്നുണ്ട്, അല്ലാതെ ചെയ്യാൻ സമ്മതിക്കാവുന്നത്. ഹമാസാണ് അവിടുത്തെ ശാപം. അപ്പോൾ ഈ ഹൂത്തികൾക്ക് മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ അതിന് സൗദിയും UAE ഒക്കെ ട്രംപിന് പിന്തുണ നൽകുകയും ചെയ്തു. ആണ് ഞാൻ പറഞ്ഞത്. കാരണം ഇവരെ ഈ പാവങ്ങളിട്ട് പലരും ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് കളിക്കുകയാണ്. അതുകൊണ്ട് അവർ ഈ ജനങ്ങൾ മനസ്സിലാക്കി അവരുടെ മൂവ്മെൻറ്റ് വന്നിട്ട് അവർ അവിടെ ഷിഫ്റ്റ് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഫക്രുദ്ദീൻ്റെ നാട്ടിൽ നിന്ന് ഓടിച്ചിട്ടാൽ ഫക്രുദ്ദീൻ എന്ത് ചെയ്യും? ഫക്രുദ്ദീനെ നാട്ടിൽ നിന്ന് ഓടിച്ചിട്ടാൽ അത്രയും ശക്തനായിട്ടുള്ള വേറെ രാജ്യം അല്ലെങ്കിൽ വന്നിട്ട് മാറിപ്പോകാം, ഇവിടുന്ന് മാറിപ്പോകണം, അല്ലെങ്കിൽ വേറെ പോയി താമസിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ലോജിക്കലായിട്ട് ചിന്തിക്കുള്ളൂ. ആ താമസിക്കുന്ന സ്ഥലം കുഴപ്പമില്ലാത്ത സ്ഥലമാണെങ്കിൽ, ഇതേ സാഹചര്യങ്ങളൊക്കെ തന്നെ ആണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ അവശേഷിക്കുന്ന ഈ പലസ്തീൻകാരുടെയൊക്കെ നില അപകടകരമാണ്. അപകടകരമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അപകടമാണ്. ഇസ്രായേൽ കണ്ണിച്ചോരല്ലാതെ കൊന്നുകളി. നമുക്കൊക്കെ മനുഷ്യനായിരിക്കുന്നത് നാണക്കേട് തോന്നുന്ന സംഭവങ്ങൾ അവിടെ നടക്കണം. രണ്ടും, ഹമാസ് അവരെ ആക്രമിച്ചതും ഇപ്പോൾ ഇവരും. പിന്നെ ഇങ്ങനെയാണ്, ലോകം ശക്തൻ്റെ കയ്യിലാണ്. നിങ്ങളത് റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ജൂതന്മാർ അത് റിയലൈസ് ചെയ്തവരാണ്. അവരെ ശക്തി നഷ്ടപ്പെട്ടപ്പോൾ അവർ പതുങ്ങി നിന്നു. എല്ലാ പീഡനങ്ങളും അവർ ഏറ്റുവാങ്ങി. ശക്തമായപ്പോൾ 2000 വർഷം അവർ വെയിറ്റ് ചെയ്യും. 2000 വർഷം ജില്ലാ കാര്യമല്ല. എന്നിട്ട് ഇപ്പോൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുക. തിരിച്ചടിക്കുന്ന മുസ്ലിംസിൻ്റെ മുസ്ലിംസ് എല്ലാം അവരെ പീഡിപ്പിച്ചത്, ആയിരം വേറെ എന്ന് വേറെ കാര്യം. അപ്പം അതാണ് ഇതിൻ്റെ ഒരു കാര്യം. ഇവിടെ ലോജിക്കലാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇസ്ലാമിക്കിൽ ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ വരണം. മനസ്സിലായില്ലേ? ഈ ഇമോഷണലായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് തോന്നിട്ട് മതത്തോട് നമുക്ക് വേണ്ടത് ബുദ്ധിപരമായൊരു അറ്റാച്ച്മെൻറ്റാണ്. നോമ്പ്, നിസ്കാരം ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യണം. അതാണ് ഒരേ ഒരു ദൈവം എന്ന് നമുക്ക് വിശ്വസിക്കാം. മറ്റുള്ളവർ കൊണ്ട് അത് അടിച്ചേൽപ്പിക്കരുത്. ഇദ്ദേഹമാണ് ലാസ്റ്റ് പ്രവാചകൻ, അതും വിശ്വസിക്കും. പിന്നെ നിങ്ങളത് ഇസ്ലാമാണ് ഏറ്റവും മഹത്തായ മതം, അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. മഹത്തായ മതങ്ങളൊന്ന് എന്നാണ് എൻ്റെ ഒരു പോയിന്റ്. വേണമെങ്കിൽ അവർ വിശ്വസിക്കുക, പക്ഷേ മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിക്കാൻ ശ്രമിക്കരുത്. ഇങ്ങനെ കുറച്ച് ഇസ്ലാം മോഡേണൈസ് ചെയ്യപ്പെടേണ്ട ഒരു ആവശ്യമുണ്ട്. ഇതിപ്പോൾ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിനെയാണ് ഇപ്പോൾ നിങ്ങൾ ഇസ്ലാം എന്ന് വിളിക്കുന്നത്. ഇസ്ലാം ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് അല്ല, അതൊരു ഇൻ്റലക്ച്വൽ എൻഡവറാണ്. മുഹമ്മദ് നബീൻ്റെ ഖുർആൻ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അറബികളെ എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാം, ഏതൊക്കെ രീതിയിൽ അവരെ ടെംപ്റ്റ് ചെയ്യിപ്പിക്കാം, എന്നിട്ട് മാറ്റിയെടുക്കാം.
ചില സമയത്ത് ടെംപ്റ്റ് ചെയ്താലേ ആളുകൾ മാറുള്ളൂ. അങ്ങനെ എല്ലാ സാധനവും ഖുർആനിലുണ്ട്. അപ്പോൾ അത് കാണിക്കുന്നത് വെച്ചാൽ മുഹമ്മദ് നബി ഒരു ഇൻ്റലക്ച്വൽ എൻഡവറായിട്ടാണ് ഈ മതത്തെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളിപ്പം ഇപ്പോൾ കളിയാക്കുന്ന പല സാധനങ്ങളും വരാൻ കാരണം അറബികൾക്ക് രക്ഷയില്ല, കാട്ടറബികളാണ്. അവരെ മാറ്റിയെടുക്കണമെങ്കിൽ ചില ടെംപ്റ്റേഷൻസ് ഉണ്ടാക്കണം, അവരെ ഒരുമിച്ച് നിർത്തണമെങ്കിൽ ചില ബ്രദർഹുഡ് പോലുള്ള ഫീൽ വേണം. അതാണ് ചെയ്തത്. അപ്പം ആ രീതിയിൽ തന്നെ ഇസ്ലാമിന് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ലോകം മാറുമ്പോൾ ഇസ്ലാം മാറാതെ എന്ന് കഴിഞ്ഞാൽ ഇസ്ലാമി ഒരു ലാഫിംഗ് സ്റ്റോഫായി മാറും, അവസാനം വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയായിട്ട് മാറും. അത് മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞാൽ കൊള്ളാം. എന്നെ സംബന്ധിച്ച് എനിക്ക് അവർ തിരിച്ചറിയണമെന്ന് തോന്നുന്നത്. ഞാനിതൊക്കെ തലമുറകൾക്ക് മുമ്പേ തിരിച്ചറിഞ്ഞ കുടുംബത്തിൽ വരുന്ന ആളാണ്. എൻ്റെ വിശ്വാസത്തിനൊരു മാറ്റം, ഇസ്ലാം എന്നുള്ള വിശ്വാസത്തിനും മാറ്റമില്ല. പക്ഷേ ഞാൻ അതിനെ കാണുന്നത് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളൊരു ബന്ധമുണ്ട്, അതിൻ്റെ കുടുംബപരമായിട്ടുള്ളൊരു ബന്ധമാണ്. അതല്ലാതെ ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടാണ് എനിക്ക് ഇസ്ലാമായിട്ടുള്ള ബന്ധം. അത് കാലത്തുമായിട്ട് സംബന്ധിച്ചുകൊണ്ടാണ്. അത് പിന്നെ ഒന്നും സർട്ടിഫിക്കറ്റും എനിക്ക് ആവശ്യമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.